നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. ഒരു മാസം രണ്ടാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. എറണാകുളത്ത് 16-ാം തീയതി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ നേരിട്ട് നയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 17-ാം തീയതി രാവിലെ 8 മണിക്ക് ശേഷം ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി 20 മിനിറ്റ് ക്ഷേത്രത്തിൽ ചിലവഴിക്കുകയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ശേഷം തിരികെ ഡൽഹിയിലേക്ക് പോകും. കേരളത്തിൽ ഒരു മാസത്തിൽ 2 തവണ പ്രധാനമന്ത്രി എത്തുന്ന അത്യപൂർവമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നരേന്ദ്രമോദിയും BJPയുടെ കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കിയിരിക്കുന്നു. അവർ അതിനനുസരിച്ചുള്ള നടപടികളും തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തുമോ? കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ഉയരുന്ന ചോദ്യം അതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വന്തം വീട്ടിലെ കാരണവരെന്നാണ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത്. അത് മാത്രവുമല്ല, വിവാഹ ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്ത ശേഷം ആദ്യമായി സകുടുംബം വിവാഹം ക്ഷണിച്ചതും പ്രധാനമന്ത്രിയായിരുന്നു. ഭാര്യയ്ക്കും മകൾക്കും മകനുമൊപ്പം പ്രധാനമന്ത്രിയെ വിവാഹം ക്ഷണിക്കുന്ന ആ ഫോട്ടോകൾ സുരേഷ് ഗോപി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. അതിനു പിന്നാലെ ഈ മാസം 3-ാം തീയതി തൃശൂരിൽ സ്ത്രീ സംഗമത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. സ്ത്രീ സംഗമത്തിലെത്തിയ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ തന്റെ റോഡ് ഷോ നടക്കുന്ന വാഹനത്തിലേക്ക് ക്ഷണിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എത്രത്തോളം കരുതലോട് കൂടിയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് പെരുമാറിയതെന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ തന്റെ ഒപ്പം ചേർത്ത് നിർത്തി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വലിയൊരു സന്ദേശം കൊടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടിയിൽ പറയപ്പെടുന്ന സ്ഥാനമാനങ്ങളും തന്നെയില്ല. മുൻ MP ആണെന്ന് മാത്രം. എന്നിട്ടും സംസ്ഥാന പ്രസിഡന്റിനും മഹിളാ മോർച്ച അധ്യക്ഷയ്ക്കുമൊപ്പം സുരേഷ് ഗോപിയെ ആ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ മോദി ചേർത്ത് നിർത്തിയെങ്കിൽ അത് കേരളത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല, തൃശ്ശൂരിന് നൽകുന്ന സന്ദേശവും ചെറുതല്ല. എത്രമാത്രം തനിക്കും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി എന്ന് മലയാളിയെ പറയാതെ അറിയിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും സംഘവും. അത്തരത്തിൽ വളരെ കരുതലോടുകൂടിയാണ് തൃശ്ശൂരിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയും കേന്ദ്ര നേതൃത്വവും ഇടപെടുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയെന്ന് 100% ഉറപ്പിക്കുന്നു. അതിനുമപ്പുറം സുരേഷ് ഗോപിയോട് വ്യക്തിപരമായുള്ള അടുപ്പം കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു സംസ്ഥാന നേതാവിന്റെ മകളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വന്ന ചരിത്രമില്ല. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞെത്തുന്നത് അതും ഒരു മാസത്തിൽ 2-ാം തവണ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലേക്ക് വേണ്ടി മാത്രമാണ്. ആ യാത്ര ഒരു രാഷ്ട്രീയ പരിപാടി കൂടി ആക്കി മാറ്റുക എന്നതാണ് തൊട്ടു തലേ ദിവസം ജനുവരി മാസം 16-ാം തീയതിയിലെ കൊച്ചിയിലെ റോഡ് ഷോയിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാകും. ഇനി അങ്ങനെ കേരളത്തെ വിട്ടുകളയാൻ BJPയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ഒക്കെ പിടിച്ച BJPക്ക് ബാലികേറ മലയായി ഇനി കേരളം മാത്രമാണുള്ളത്. ആ കേരളത്തിന്റെ മണ്ണിൽ കാവി പുതപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങളിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. ജനുവരി മാസം 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതിന് പിന്നാലെ ഇന്ത്യയിൽ നടക്കുന്നത് വലിയൊരു രാഷ്ട്രീയ വിപ്ലവമായിരിക്കും. ഇന്ത്യ എന്നത് BJPയുടെ കാൽ കീഴിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങളോടെ, രാജ്യത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലെത്താനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു. അവസാന അസ്ത്രമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രചരണായുധം. എന്നാൽ മറുഭാഗത്ത് അല്പമെങ്കിലും പ്രതിരോധം ഉണ്ടാക്കാൻ കഴിവുണ്ടായിരുന്ന കോൺഗ്രസ് ആകട്ടെ സ്വയം കുഴിച്ച കുഴിയിൽ വീണുകൊണ്ട്
മൃതപ്രായരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതായത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം തിരസ്കരിച്ചതോടുകൂടി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പല പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോകുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കടല് പോലെയാണ്. എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി. ആ പാർട്ടി എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തുന്നത്? കേവലം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം മാത്രം മാനിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന UDFന്റെ ഘടകകക്ഷി പിണങ്ങുമെന്നുള്ള ഭയത്താൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പോലെയുള്ള ലോകോത്തരമായ ഒരു പരിപാടിയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസിന് ഉണ്ടായത് വലിയ വീഴ്ചയാണ്. ആ തീരുമാനത്തിന്റെ പാപഭാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വേട്ടയാടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്താകമാനം BJP അനുകൂല കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ അനുകൂലമാക്കി മാറ്റുകയാണ് BJP ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ തൃശൂർ എന്ന് പറയുന്ന മണ്ഡലം BJPയുടെ സുരക്ഷിതമായ താവളമാക്കി ഉറപ്പിച്ചെടുക്കുകയാണ് BJP. അതിന് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്ന് BJPക്ക് അറിയാം. കാരണം കഴിഞ്ഞ തവണ 2,95,000 വോട്ട് BJP നേടിയിരുന്നു, സുരേഷ് ഗോപി പിടിച്ചിരുന്നു. 4,15,000 വോട്ട് നേടിയാണ് TN പ്രതാപൻ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ഡൽഹിയിലേക്ക് പറന്നത്. ആ കഴിഞ്ഞ തവണത്തെ 2,95,000 വോട്ട് 1 ലക്ഷം കൂടി വർദ്ധിപ്പിച്ച് 395,000 4 ലക്ഷമോ ആക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് കഴിയും, BJPക്ക് കഴിയും. അങ്ങനെ 1 ലക്ഷം വോട്ട് അധികമായി പിടിക്കാനായാൽ TN പ്രതാപനെയും ഇനി CPIയുടെ സ്ഥാനാർത്ഥി ആരായാലും അവരെയും തോൽപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ലോക്സഭയിലേക്ക് എത്താനാകും. കേരളത്തിൽ നിന്ന് വിജയിച്ച് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് എത്തിയാൽ അടുത്ത നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഒരു മന്ത്രിസ്ഥാനമായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക. അതുമാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്ന കാര്യവും ഉറപ്പാണ്. ഈ ഒരു ഉറപ്പാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്നത്. ആ ഉറപ്പ് നൽകുക എന്നതിനപ്പുറം സുരേഷ് ഗോപിയോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എന്ന് ജനങ്ങൾക്ക് സന്ദേശം നൽകുകയാണ് മകളുടെ വിവാഹ ചടങ്ങിൽ വരെ എത്തിക്കൊണ്ട് നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു സന്ദേശം അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ എന്നൊരു ധാരണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പരത്തുകയാണ്. ആ ധാരണ വോട്ടായി മാറിയാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം നിഷ്പ്രയാസമായിരിക്കും. ഇടത് വലത് മുന്നണികൾ അടിയൊഴുക്ക് നടത്തി സുരേഷ് ഗോപിക്കെതിരെ ക്രോസ് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാം. ആ ശ്രമങ്ങളെ അതിജീവിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും BJP ഒരുക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി ഒരു മാസം 2ാം തവണ കേരളത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തന്നെയാണ്. ഗുരുവായൂരിൽ ജനുവരി മാസം 17-ാം തീയതി 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് വിവാഹ ചടങ്ങുകൾ. രാവിലെ 6 മണിക്കും 9 മണിക്കും ഇടയിലുള്ള വിവാഹങ്ങളൊക്കെ തന്നെ സമയം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും വിവാഹങ്ങൾ മാറ്റിയെന്ന അഭ്യൂഹങ്ങൾക്ക് ആധികാരികതയില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ വ്യക്തമാക്കുന്നു. കല്യാണങ്ങളുടെ മറ്റ് വിവാഹങ്ങളുടെ സമയത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നു. അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ NSG അടക്കമുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘങ്ങൾ ഗുരുവായൂരിലെത്തി സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. കേരള പോലീസിന്റെ റിപ്പോർട്ടുകളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ഗുരുവായൂരിൽ ആ ദിവസം വലിയ തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് മറ്റു ചടങ്ങുകൾ, തുലാഭാരം, ചോറൂണടക്കമുള്ള ചടങ്ങുകൾ പൂർണ്ണമായും മാറ്റിവെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിന്റെ മണ്ണിലെത്തുന്നു, ഗുരുവായൂരിലേക്ക് എത്തുന്നു. അത് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.